എല്ലാവരും SSLC പബ്ലിക് എക്സാം ഒക്കെ കഴിഞ്ഞ് വലിയ കുട്ടികളാകാണ് അല്ലേ, +1 കടക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ 3 കൊല്ലങ്ങളിലായി 8, 9, 10 വർഷങ്ങളിലായി നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഐ ഗെറ്റ് ടു ടീച്ച് യു ഓൾ ഫോർ ദിസ് പാസ്റ്റ് 3 years. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് +1 കടക്കുന്ന സമയത്ത് എൻ്റെ കുട്ടികളുടെ മനസ്സിൽ ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. കാരണം എങ്ങനെയായിരിക്കും, ഒരു ഭയങ്കര സിലബസ് ചേഞ്ച് ആണ് വരാൻ പോകുന്നത് എന്തായാലും നിങ്ങൾക്കറിയാം. അതിനി കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, എന്ത് തന്നെയായാലും നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ ഒരു ചേഞ്ച് തന്നെയാണ് അല്ലേ. അപ്പോൾ അവിടെ നമ്മളെ കാത്തിരിക്കുന്നത് എന്തായിരിക്കും? പുതിയ സ്കൂള്, പുതിയ കൂട്ടുകാര്, പുതിയ ടീച്ചേഴ്സ്, പുതിയ അറ്റ്മോസ്ഫിയർ, പുതിയ എക്സാം പാറ്റേൺ, ഇതിനൊക്കെ എങ്ങനെയാണ് നമ്മൾ കൃത്യമായിട്ട് ടാക്കിൾ ചെയ്യുക? ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ എൻ്റെ കുട്ടികളുടെ മനസ്സിലുണ്ടാവും അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഇത്രയും വർഷത്തെ സ്കൂൾ ജീവിതത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫേസ് ആണ് ഇനി വരാൻ പോകുന്ന 2 വർഷം എന്ന് പറയുന്നത്, +1 ആൻഡ് +2. ആദ്യം നിങ്ങളുടെ മനസ്സിൽ അതിനോടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു സന്തോഷവും ഒക്കെ വേണം. ഇനി രണ്ടാമതായിട്ട് നമുക്ക് പഠിക്കുന്ന കാര്യത്തിലേക്ക് വരും. അപ്പോൾ ഞാൻ സയൻസ് എടുക്കാൻ പോകുന്ന കുട്ടികളെ അഡ്രസ്സ് ചെയ്ത് തന്നെ ആദ്യം പറയാം. നിങ്ങൾക്കറിയാലോ, നമ്മൾ ഇതുവരെ കണ്ടു വന്നതൊക്കെ ഒരു ട്രെയിലർ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി അങ്ങോട്ട് ശരിക്കുമുള്ള മൂവി നമുക്ക് കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. കാരണം ഇത്രയും നാളുകൾ SCERT സിലബസിൽ നിങ്ങൾ NCERT സിലബസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് അല്ലേ. അത് അവിടെ നിങ്ങളെ കാത്തിരിക്കുന്ന ഓരോ സബ്ജക്റ്റിൻ്റെയും സിലബസ് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. സിലബസ് വലുതാണെന്നത് മാത്രമല്ല, അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ടിയുള്ള ടോപ്പിക്സ് തന്നെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഫസ്റ്റ് തിങ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതുവരെ നിങ്ങൾ പഠിച്ചു വന്ന ക്ലാസ്സുകളിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അടിപൊളിയായിരിക്കണം. നമ്മുടെ ബേസ് സ്ട്രോങ് അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് പഠിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ തലയിൽ. പിന്നെ സ്കൂള് തുറന്നു കഴിയുമ്പോൾ പോയിട്ട് അയ്യോ മിസ്സേ ബേസ് മനസ്സിലായിട്ടില്ല, ഇത് ആദ്യം ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും ടീച്ചേഴ്സിന് അതിനുള്ള സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ഒരു വെക്കേഷൻ ടൈമിൽ, അതായത് നിങ്ങൾ 11th അഡ്മിഷൻ എടുക്കുന്ന മുമ്പായിട്ടുള്ള ഈ ഒരു ടൈമിൽ ചെയ്യേണ്ടത് നിങ്ങളുടെ ബേസ് ഒക്കെ ഒന്ന് സ്ട്രോങ് ആക്കി എടുക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോഴും വലിയ കാര്യങ്ങളാണ് പഠിക്കുക. സോ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും കൃത്യമായിട്ട് റിവൈസ് ചെയ്യാൻ എൻ്റെ കുട്ടികളാരും മറന്നു പോകരുത്. അതേപോലെ നിങ്ങൾ റിവൈസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മാക്സിമം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. NCERT ക്വസ്റ്റ്യൻസ് ചെയ്യണം, PYQs ചെയ്യണം, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഇതെല്ലാം നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. ഏത് ടോപ്പിക്കാണോ പഠിക്കുന്നത് അത് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളെ നിർബന്ധമായിട്ടും എൻ്റെ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യണം. അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ഞാൻ സയൻസ് എടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടാവും അല്ലേ. അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ യുവർ ബേസിക്സ് മാത്രമല്ല, എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാനായി നമ്മുടെ അഗ്നി ബാച്ച് ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ യോധയിലൂടെ, നിഞ്ചയിലൂടെ, അസ്ത്രയിലൂടെയൊക്കെ ഒരുപാട് ആയിരക്കണക്കിന് കുട്ടികളെ നമ്മുടെ സൈലം പഠിപ്പിച്ചിട്ടുണ്ട്, അവരെ മോൾഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ 11th എത്തുമ്പോഴും നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നമ്മുടെ അഗ്നി ബാച്ച് ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സോ അഗ്നി ബാച്ചിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾ ചോദിച്ച് അറിഞ്ഞ് സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രം നിങ്ങൾക്ക് അഗ്നി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. എന്ന് തന്നെ ആയാലും നിങ്ങൾ ഏറ്റവും മികച്ച തീരുമാനം എടുക്കും എന്ന് മിസ്സിനറിയാം. അപ്പോൾ മക്കളെ, ഈ ഒരു ജേർണിയിൽ ഇത്രയും നാൾ നിങ്ങൾ ഒറ്റയ്ക്കായിരുന്നില്ല, ഇനിയും നിങ്ങൾ ഒറ്റയ്ക്കാവില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓൾ ദി ബെസ്റ്റ്.